ഏവർക്കും PSC മാസ്റ്റർ ബ്ലാസ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡാണിത്. ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 1ാമത്തെ എപ്പിസോഡും. അതായത് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എപ്പിസോഡിന് ശേഷം ഒരു ആഡ് ഓൺ സെഷൻ കൂടെ ഉണ്ടായിരിക്കും. ആ സെഷൻ കൂടി നിങ്ങൾ മിസ്സാക്കരുത്. ഒരുപാട് വളരെ ഇമ്പോർട്ടന്റ് ആയ അഡീഷണൽ ഇൻഫർമേഷൻസ് നമ്മൾ ആ സെഷനിൽ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 1ാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം. ഏത് വർഷമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി 1969 ആണ്. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ചത്. എന്താണത്? അതിന്റെ പേരെന്താണ്? ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന ISRO. ISROയുടെ രൂപീകരണ വർഷം 1969. അപ്പം അതോടെ ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ISROയുടെ ആസ്ഥാനത്തിന്റെ പേരെന്താണ്? ISROയുടെ ആസ്ഥാനത്തിന്റെ പേര് അന്തരീക്ഷ ഭവനാണ്. അന്തരീക്ഷ ഭവൻ ഓർക്കണേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവനാണ്, ബാംഗ്ലൂർ. 1969 രൂപീകരിക്കപ്പെടുമ്പോൾ ആണവോർജ്ജ വകുപ്പിന്റെ കീഴിലായിരുന്നു ISRO. 1972 ബഹിരാകാശ വകുപ്പിന്റെ കീഴിലേക്ക് മാറുന്നത്. ഏത് വർഷം? 1972. ഇത് ഓർത്തിരിക്കണം. അപ്പോൾ ISRO ബഹിരാകാശ വകുപ്പിന്റെ കീഴിലേക്ക് വരുന്നത് 1972, അതായത് രൂപീകൃതമായി 3 വർഷങ്ങൾക്ക് ശേഷം. ഓക്കെ, പിന്നെ ചോദ്യം ISROയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു എന്നാണ്. ആരായിരുന്നു ISROയുടെ ആദ്യ ചെയർമാൻ? അത് വിക്രം സാരാഭായ് ആണ്. വിക്രം സാരാഭായ്, മറക്കരുത്, വിക്രം സാരാഭായ്. പിന്നെ ചോദ്യം നിലവിലെ ISRO ചെയർമാൻ ആരാണ്? K. ശിവൻ. ഈ പേരും ഓർക്കരുത്. അപ്പം ആദ്യത്തെ ISRO ചെയർമാൻ വിക്രം സാരാഭായ് ആണ്. നിലവിലെ ISRO ചെയർമാൻ K. ശിവനാണ്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് പോയിന്റ്സിലേക്ക് കിടക്കാം. ISRO അല്ലെങ്കിൽ നമ്മുടെ ബഹിരാകാശ ഗവേഷണ വകുപ്പിനെ സംബന്ധിച്ച് PSC റെഗുലറായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മുടെ ആദ്യത്തെ സാറ്റലൈറ്റ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നമ്മൾ വിക്ഷേപിച്ചത് ആര്യഭട്ടയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. 1975 അത് വിക്ഷേപിക്കുന്നത്. ഇത് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ഇത് വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അപ്പൊ ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ടത് 1975 സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. 1975 സോവിയറ്റ് യൂണിയൻ. അതുപോലെ നമ്മുടെ ഇന്ത്യ ബിൽഡ് ചെയ്ത ആദ്യത്തെ ലോഞ്ച് വെഹിക്കിൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. SLV-3 ആണ്. 1980 നിർമ്മിച്ച SLV-3 സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3. അതാണ് നമ്മുടെ സ്വന്തമായി നിർമ്മിച്ച ലോഞ്ച് വെഹിക്കിൾ. അതായത് നമുക്കറിയാം, ഉപഗ്രഹങ്ങളൊക്കെ ബഹിരാകാശ വിക്ഷേപിച്ചുവിടാൻ ഒരു വാഹനം വേണമല്ലോ. ആ വാഹനത്തെയാണ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള നമ്മൾ നിർമ്മിച്ച് വിക്ഷേപിച്ച ആദ്യ വാഹനമാണ് SLV-3. അത് മറന്നു പോരുത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ് ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്, അതായത് വാർത്താവിനിമയത്തിനുള്ള നമ്മുടെ ആദ്യത്തെ ഉപഗ്രഹത്തിന്റെ പേരാണ് ആപ്പിൾ. ആപ്പിളിന് ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ്. എന്താണ്? ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ്. ഈ വർഷവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ആപ്പിൾ വിക്ഷേപിച്ച വർഷം 1981. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഇൻസാറ്റ് 1A ആണ്. അത് ഒരു ഫെയിൽഡ് മിഷൻ ആണ്. ഇൻസാറ്റ് 1B ആണ് സക്സസ്ഫുൾ ആയ ആദ്യ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. അപ്പോൾ എന്താണ് ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്? വാർത്താവിനിമയ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകളാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ. അതായത് ഭൂമിയുടെ ഭ്രമണ വേഗത ഉണ്ടല്ലോ, എന്താണത്? ഒരു ദിവസം കൊണ്ട് ഒരു വട്ടം ചുറ്റിത്തിരിയുന്നു. അതായത് 23 മണിക്കൂറും 56 മിനിറ്റും എടുത്ത് ഒരു തവണ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനാണ് ഭൂമിയുടെ ഭ്രമണ സമയം എന്ന് പറയുന്നത്. ഈ ഭ്രമണ സമയത്തിന് തുല്യമായ സമയം എടുത്ത് തന്നെ ഭൂമിയെ ചുറ്റുന്ന ഒരു സാറ്റലൈറ്റ് ആണ് ഏത്? ജിയോ സ്റ്റേഷനറി. അപ്പൊ നമുക്ക് എന്താണ് ഇന്ന് എഫക്റ്റ് ആയി തോന്നുക? അപ്പൊ നമുക്ക് ആകാശത്ത് ഒരു സ്ഥലത്ത് തന്നെ അത് നിശ്ചലമായി നിൽക്കുന്നതായി തോന്നും. കാരണം ഭൂമി ഏത് വേഗത്തിൽ കറങ്ങുന്നോ അതേ വേഗത്തിൽ തന്നെയാണ് ഈ സാറ്റലൈറ്റ് ഭൂമിയെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സാറ്റലൈറ്റുകളാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ആ സ്റ്റേഷനറി എന്ന വാക്ക് ഓർത്താൽ മതി. അവ കാണപ്പെടുന്നത് ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായിട്ടാണ്. ഏത്? ഭൂമധ്യരേഖയ്ക്ക്, ഇക്വേറ്ററിന് നേരെ മുകളിലായിട്ട് 36,000 കിലോമീറ്റർ ഹൈറ്റിൽ. ഇത്ര ഓർത്തിരിക്കേണ്ട, ജസ്റ്റ് ഓർത്തിരിക്കുക. ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗതയിൽ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന സാറ്റലൈറ്റുകളാണ് ജിയോ സ്റ്റേഷനറി. നമ്മുടെ ഫസ്റ്റ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഇൻസാറ്റ് 1A ആണ്. അത് ഫെയിൽഡ് ആണ്. ഇൻസാറ്റ് 1B ആണ് സക്സസ്ഫുൾ ആയ ആദ്യത്തെ നമ്മുടെ സാറ്റലൈറ്റ്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. അത് 1983 വിക്ഷേപിച്ചത്. അതും ഓർത്തിരിക്കുക. 1983 ഇൻസാറ്റ് 1B, 1983. ഓക്കെ, ഇനി നമുക്ക് 3 തരത്തിലുള്ള ലോഞ്ച് വെഹിക്കിൾസ് ഉണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഉപഗ്രഹങ്ങളൊക്കെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വാഹനം വേണം. ഇത്തരത്തിലുള്ള 3 വെഹിക്കിൾസ് ഉണ്ട്. PSLV, GSLV Mark 3 എന്നിവയാണവ. ഏതൊക്കെയാണ്? PSLV, GSLV Mark 3.
അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരും സ്ലൈഡുകളുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ പറയാം. അപ്പൊ നമുക്കറിയാം നമ്മുടെ ചന്ദ്രയാൻ 1 മിഷൻ വിക്ഷേപിച്ച വർഷം ചോദിക്കാറുണ്ട്. ചന്ദ്രയാൻ 1 ചന്ദ്രനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ ആദ്യമായി യാത്ര തിരിച്ചത് ചന്ദ്രയാൻ 1ലൂടെയാണ്. 2008 ഒക്ടോബർ 22-ാം തീയതിയാണ് വിക്ഷേപിച്ചത്. എന്നാണ് 2008 ഒക്ടോബർ 22. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. 2008 ഒക്ടോബർ 22-നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്. അതുപോലെ PSLV C11 എന്ന റോക്കറ്റിലാണ് വിക്ഷേപിക്കുന്നത്. PSLVയുടെ C11 എന്ന് പറഞ്ഞ മിഷനിലാണ് നമ്മൾ വിക്ഷേപിക്കുന്നത്. PSLVയുടെ C11. ഈ C11 എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പറാണ്, എത്രാമത്തെ ലോഞ്ച് ആണെന്നുള്ള നമ്പറാണ് കാണിക്കുന്നത്. അപ്പം PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നറിയപ്പെടുന്ന PSLVയുടെ C11ലാണ് നമ്മൾ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും, ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട 2008 ഒക്ടോബർ 22-ാം തീയതി. അതുപോലെ ഇന്ത്യയുടെ ഫസ്റ്റ് നാനോ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ജുഗ്നു. അതും PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഫസ്റ്റ് നാനോ സാറ്റലൈറ്റ്, അതിന്റെ പേര് ജുഗ്നു എന്നാണ്. 2011-ലാണ് വിക്ഷേപിക്കുന്നത്. ഏത് വർഷം? 2011. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് വെച്ചാൽ നമ്മുടെ മംഗൾയാൻ മിഷൻ, മംഗൾ എന്നൊക്കെ പറഞ്ഞ അക്ഷയ് കുമാർ അഭിനയിക്കുന്ന ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം ആ മംഗൾയാൻ മിഷൻ 2013-ലാണ് വിക്ഷേപിക്കുന്നത്. 2013 നവംബർ 5-ാം തീയതി. ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2013 നവംബർ 5-ാം തീയതിയാണ് മംഗൾയാൻ വിക്ഷേപണം നടക്കുന്നത്. ചൊവ്വയെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ദൗത്യമായിരുന്നു മംഗൾയാൻ മിഷൻ. അത് PSLVയുടെ C25-ലാണ് വിക്ഷേപിച്ചത്. PSLVയുടെ C25. അതുപോലെ ആസ്ട്രോസാറ്റ് ബഹിരാകാശത്തേക്ക് തുറന്നു വെച്ച നമ്മുടെ ഹബിൾ സ്പേസ്, അമേരിക്കയുടെ നാസയുടെ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് പോലെ ഇന്ത്യയുടെ ഒരു വാന നിരീക്ഷണ ഉപഗ്രഹമാണ് ആസ്ട്രോസാറ്റ്. അപ്പം ഒരു സ്പേസ് ടെലിസ്കോപ്പ് ആണത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്പേസ് ടെലിസ്കോപ്പ് ആണ് ആസ്ട്രോസാറ്റ്. PSLV C13-ലാണ് വിക്ഷേപിച്ചത്. 2016-ലാണ് വിക്ഷേപിച്ചത്. ഓക്കെ. അതുപോലെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് വീണ്ടും വിക്ഷേപിച്ച ശേഷം തിരിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ലോഞ്ച് വെഹിക്കിൾസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ. അത് 2016-ലാണ്. ഓക്കെ, അതായത് ഒരു സ്പേസ് ഷട്ടിൽ, നമ്മൾ സ്പേസ് ഷട്ടിൽ എന്ന് കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ സ്പേസ് ഷട്ടിൽസ് അമേരിക്കയുടെ എല്ലാം നിർത്തലാക്കി. റഷ്യയുടെ ഒരു സ്പേസ് ഷട്ടിൽ ഉണ്ട്, ബുറാൻ എന്ന് പറഞ്ഞ, അത് മാത്രമേ ഇപ്പം നിലവിൽ ഓപ്പറേഷനിലുള്ളൂ. ബാക്കി എല്ലാം നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സ്പേസ് ഷട്ടിൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവമാണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ. ഇപ്പോഴത് 100% സക്സസ്ഫുൾ ആയിട്ടില്ല, ഇനിയും ഡെവലപ്മെന്റ്സ് വരാനുണ്ട്. ജസ്റ്റ് ഇത് ഓർത്തിരിക്കുക. അതുപോലെ PSLVക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നു. ഒറ്റ വിക്ഷേപണത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചതിന്റെ റെക്കോർഡ് അതിപ്പോൾ നിലവിലില്ല. കാരണം അത് സ്പേസ് എക്സ് അത് മറികടന്നു. അപ്പം കഴിഞ്ഞ വർഷമാണ് അത് മറികടന്നത്. അതുവരെ ISROയുടെ PSLVയുടെ C37 വിക്ഷേപിച്ച 104 ഉപഗ്രഹങ്ങളായിരുന്നു. ഒറ്റ വിക്ഷേപണത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങൾ എന്ന റെക്കോർഡിനുടമ. അപ്പം 2017 104 ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച PSLV C37ന്റെ നമ്പർ ഓർത്തിരിക്കാം. അപ്പൊ 104 ഉപഗ്രഹങ്ങളെ ഒറ്റ വിക്ഷേപണത്തിൽ ബഹിരാകാശത്ത് എത്തിച്ചത് PSLV C37 ആണ്. പിന്നെ PSC ചോദിച്ചൊരു ചോദ്യമാണ്, 100ാമത് സാറ്റലൈറ്റ് ഏതാണ്? 100ാമത് സാറ്റലൈറ്റ് ISRO വിക്ഷേപിച്ച 100ാമത് സാറ്റലൈറ്റ് അത് കാർട്ടോസാറ്റ് 2 ആണ്. ശരിക്കും പറഞ്ഞാൽ കാർട്ടോസാറ്റ് 2F ആണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 100ാമത്തെ സാറ്റലൈറ്റ്, 100ാമത്തെ ഉപഗ്രഹം എന്ന് പറയുന്നത് കാർട്ടോസാറ്റ് 2F ആണ്. ഓക്കെ, അതൊരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്, ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. അതും ഓർത്തിരിക്കുക. ഇനി IRNSS നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. നമ്മൾ GPS ഒക്കെ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വന്തം GPS ആണ് IRNSS, അതായത് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. നമുക്ക് സ്വന്തമായിട്ടുള്ള GPS ആണ്. അപ്പം ഇതിന്റെ പേര്, ഓപ്പറേഷണൽ നെയിം എന്ന് പറയുന്നത് നാവിക് എന്നാണ്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. എന്താണ് നാവിക്? അപ്പൊ IRNSSന്റെ ഓപ്പറേഷൻ നെയിം എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. നാവിക് എന്നാണ്, അതും മറന്നു പോരുത്. അതിനകത്ത് മൊത്തം 7 സാറ്റലൈറ്റുകളാണുള്ളത്. അപ്പം 7 എണ്ണത്തിനകത്ത് 3 എണ്ണം ജിയോ സ്റ്റേഷനറിയും 4 എണ്ണം ജിയോ സിങ്ക്രോണസുമാണ്. അതും ഓർത്തിരിക്കണം. 3 ജിയോ സ്റ്റേഷനറിയും 4 ജിയോ സിങ്ക്രോണസും അടക്കം 7 സാറ്റലൈറ്റുകളാണ് നാവിക്കിലുള്ളത്. അപ്പൊ ഇന്ത്യ ഉൾപ്പെടെയുള്ള 1500 കിലോമീറ്റർ, ഇന്ത്യയുടെ 1500 കിലോമീറ്റർ ആണ് ഇതിന്റെ സർവേലൻസ്. അപ്പം GPS ലോകം മൊത്തം കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കവറിംഗ് ഇല്ല. 1500 കിലോമീറ്റർ, ഇന്ത്യക്ക് ചുറ്റുമുള്ള 1500 കിലോമീറ്റർ, ഏകദേശം ആഫ്രിക്കൻ തീരം വരെയുള്ള സ്ഥലങ്ങളാണ് ഇത് കവർ ചെയ്യുന്നത്. ഇനി മറ്റുള്ള രാജ്യങ്ങളുടെ ഇത്തരത്തിലുള്ള നാവിഗേഷൻ സിസ്റ്റങ്ങളുടെ പേര് PSC റെഗുലറായി ചോദിക്കാറുണ്ട്. അപ്പൊ അതും നമ്മൾ പഠിച്ചിരിക്കണം. അമേരിക്കയുടെയാണ് GPS എന്നറിയാം, റഷ്യയുടെയാണ് ഗ്ലോനാസ്, ചൈനയുടെ ബെയ്ഡു, യൂറോപ്യൻ യൂണിയന്റെ ഗലീലിയോ, ഫ്രാൻസിന്റെ ഡോറിസ്, USA GPS. അപ്പൊ ഏതൊക്കെയാണ്? റഷ്യയുടെ ഗ്ലോനാസ്, ചൈനയുടെ ബെയ്ഡു, യൂറോപ്യൻ യൂണിയന്റെ ഗലീലിയോ, ഫ്രാൻസിന്റെ ഡോറിസ്,
USA GPS. നമ്മൾക്ക് നല്ല പരിചയമുള്ള GPS ആണ്. പക്ഷെ നമുക്ക് അവർ തരുന്ന GPSന്റെ ആക്യുറസി വളരെ കുറവാണ്. നമുക്കത് ഏറ്റവും അധികം നമ്മളെ എഫക്ട് ചെയ്ത് 1919 കാർഗിൽ യുദ്ധ സമയത്താണ് നമ്മുടെ യുദ്ധവിമാനങ്ങൾക്ക് അവർ GPS നിഷേധിക്കുന്ന അവസരമൊക്കെ ഉണ്ടായിരുന്നു അമേരിക്ക. അതിനെ തുടർന്നാണ് നമുക്ക് സ്വന്തമായിട്ടൊരു നാവിഗേഷൻ സിസ്റ്റം വേണമെന്നൊരു തോന്നലുണ്ടായതും അതിനെ തുടർന്ന് IRNSSന്റെ ഡെവലപ്മെന്റിലേക്ക് വന്നതും. ഓക്കെ, അടുത്ത നമ്മൾ ലോഞ്ച് വെഹിക്കിൾസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ PSLV, പിന്നെ GSLV കുറിച്ചാണ്. അപ്പൊ PSLV എന്താണ്? PSLV ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് PSLVയുടെ ഫുൾ ഫോം. അപ്പം ഇതിനകത്ത് ഇതൊരു 4 സ്റ്റേജ് റോക്കറ്റ് ആണ്. എന്താണ്? 4 സ്റ്റേജ്. അതും PSC ചോദിച്ചിട്ടുണ്ട്. എത്ര സ്റ്റേജ് റോക്കറ്റ് ആണ് PSLV എന്ന്? 4 സ്റ്റേജ് ഉണ്ട്. ആദ്യം ഒരു സോളിഡ് സ്റ്റേജ്, പിന്നെ ലിക്വിഡ് സ്റ്റേജ്, പിന്നെ ഒരു സോളിഡ് സ്റ്റേജ്, പിന്നെ ഒരു ലിക്വിഡ് സ്റ്റേജ്. ഓക്കെ, അപ്പം നമ്മുടെ ചന്ദ്രയാൻ വെഹിക്കിളൊക്കെ വിക്ഷേപിച്ചത് PSLVയിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പം അതിനകത്ത് ഇതുവരെ നടന്ന വിക്ഷേപണങ്ങളിൽ 2 വിക്ഷേപണങ്ങൾ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. വിക്ഷേപണങ്ങൾ 2 മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. ആദ്യത്തെ PSLV വിക്ഷേപണവും 41ാമത്തെ PSLV വിക്ഷേപണവും. അതിൽ തന്നെ IRNSS 1H നമ്മുടെ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിലെ 1H എന്ന് പറഞ്ഞ ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള ശ്രമത്തിലാണ് രണ്ടാമത് പരാജയപ്പെടുന്നത്. 1ഉം 41ഉം പരാജയപ്പെട്ടു. അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണമെന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നമ്പർ ഓഫ് സ്റ്റേജസ് 4 പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ ഫുൾ ഫോം PSLVയുടെ ഫുൾ ഫോം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണെന്നും ഓർത്തിരിക്കുക. പിന്നെ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? മെയിനായിട്ട് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റും റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളും വിക്ഷേപിക്കാനാണ്. അതായത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾക്കും അതുപോലെ വിദൂര സംവേദന ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കാൻ വേണ്ടിയാണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിക്കുന്നത്. ഇനി GSLV, ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് ഫുൾ ഫോം. അതും പഠിച്ചിരിക്കണം. ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് GSLV. ഇതിനകത്ത് നമ്പർ ഓഫ് സ്റ്റേജസ് 3 ആണ്. നേരത്തെ PSLVയിൽ 4 ആയിരുന്നു. GSLVയിലേക്ക് വരുമ്പോഴേക്കും അത് 3 സ്റ്റേജ് ആണ്. സോളിഡ്, ലിക്വിഡ്, ലാസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ ക്രയോജനിക് ടെക്നോളജിയാണ്. അപ്പൊ ക്രയോജനിക്കെ പറ്റി പറയുമ്പോൾ നമ്മൾ നമ്പി നാരായണനൊക്കെ ഓർമ്മ വരുന്നത്. അപ്പം നമ്മൾ 90കളുടെ തുടക്കത്തിൽ നമ്മളെ ക്രയോജനിക് സാങ്കേതിക വിദ്യ റഷ്യ നമുക്ക് ഓഫർ ചെയ്തു. പക്ഷെ അമേരിക്കയുടെ ശ്രമഫലമായിട്ട് റഷ്യ അതിൽ നിന്ന് പിന്മാറുകയുണ്ടായി. അപ്പൊ അതിനെ തുടർന്ന് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുക്കാൻ തയ്യാറെടുത്തു. അങ്ങനെ അതിന് മുന്നിൽ നിന്ന മനുഷ്യനായിരുന്നു നമ്പി നാരായണൻ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പൊ അദ്ദേഹം ചാരക്കേസിൽ അകത്തായി. കുടുങ്ങിയതല്ല, കുടുക്കിയതാണ്. അതിന് അമേരിക്കയുടെ ചാരസംഘടനയൊക്കെ പുറകിലുണ്ടെന്ന് പറയപ്പെടുന്നു. എന്തായാലും ഒരു മോശം രാഷ്ട്രീയ അവസ്ഥയാണ് അദ്ദേഹത്തെ എന്ന മഹാനായ ശാസ്ത്രജ്ഞന്റെ കരിയർ തന്നെ എൻഡ് ചെയ്യിച്ചത്. എന്തായാലും നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് നമ്മുടെ ക്രയോജനിക് സാങ്കേതിക വിദ്യ ഒരു 10-15 വർഷത്തോളം ലാഗ് ആയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ 90കളുടെ പകുതിയോടുകൂടി തന്നെ നമുക്ക് ക്രയോജനിക് സാങ്കേതിക വിദ്യ സ്വന്തമായി വരികയും ഒരുപാട് മുന്നേറ്റം ബഹിരാകാശ മേഖലയിൽ ഉണ്ടാക്കാനും സാധിക്കുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് സാധിച്ചില്ല. എങ്കിലും നമ്മൾ മോശമില്ലാതെ തന്നെ പെർഫോം ചെയ്ത് ക്രയോജനിക് സാങ്കേതിക വിദ്യ സ്വന്തമായി നമ്മൾ വികസിപ്പിച്ചെടുത്തു, ആരുടെയും സഹായം ഇല്ലാതെ തന്നെ. അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിൽ കിടക്കാം. GSLV ആണ് ലാർജസ്റ്റ് ലോഞ്ച് വെഹിക്കിൾ ഡെവലപ്ഡ് ബൈ ഇന്ത്യ. CE-20 is the ഇന്ത്യൻ ക്രയോജനിക് എഞ്ചിൻ. അപ്പൊ ഇന്ത്യയുടെ ക്രയോജനിക് എഞ്ചിൻ ഏതാന്ന് ചോദിക്കാറുണ്ട്. CE-20. C എന്ന് പറഞ്ഞാൽ ക്രയോജനിക്, ഈ എഞ്ചിൻ ക്രയോജനിക് എഞ്ചിൻ 20 ആണ് ഇന്ത്യയുടെ ക്രയോജനിക് എഞ്ചിൻ. GSLV Mark 3 ഉപയോഗിച്ചിട്ടാണ് ചന്ദ്രയാൻ 2 നമ്മൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 2019 ജൂലൈ 22 പകുതി വിജയമായ ആ മിഷൻ വിക്ഷേപിച്ച് നമ്മുടെ GSLV സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ്. GSLV Mark 3 എന്ന സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. അതും ഓർത്തിരിക്കണം. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ഡി ആര്യഭട്ട 1975. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യ ആദ്യമായി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ ആദ്യമായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചോദ്യത്തിൽ ചെറിയൊരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. ഇന്ത്യയിൽ നിന്നും ആദ്യമായി, അതായത് നമ്മുടെ ആര്യഭട്ടയൊക്കെ വിക്ഷേപിച്ച് എവിടെ നിന്നാണ്? അത് അങ്ങ് റഷ്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി വരുന്ന സ്ഥലത്ത് നിന്നാണ്. പക്ഷെ ഇന്ത്യൻ മണ്ണിൽ നിന്നും ആദ്യമായിട്ട് ഒരു കൃത്രിമ ഉപഗ്രഹത്തെ നമ്മൾ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് രോഹിണിയാണ്. ഓപ്ഷൻ സി, രോഹിണിയാണ് വിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് ശരിക്കും വായിച്ചു നോക്കണം. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണെന്ന ചോദ്യമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണെന്ന ചോദ്യമെങ്കിൽ ആര്യഭട്ടയാണ്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം രോഹിണിയാണ്. ഓക്കെ, വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയുടെ ഉള്ളിൽ നിന്നും, ഇന്ത്യയിൽ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഉണ്ട്, അവിടെ നിന്നും വിക്ഷേപിച്ചതാണ് ഈ രോഹിണി എന്ന് പറയുന്ന സാറ്റലൈറ്റ്. ഓക്കെ, നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. അദ്ദേഹം ബഹിരാകാശത്തെത്തിയ വർഷം നമ്മൾ പഠിച്ചിരിക്കണം. 1984 അദ്ദേഹം ബഹിരാകാശത്തെത്തുന്നത്. പിന്നീട് കൽപ്പന ചൗളയും സുനിത വില്യംസും ഇന്ത്യൻ വംശജരായിട്ട് ബഹിരാകാശത്ത് പോവുകയുണ്ടായി. കൽപ്പന ചൗള കൊളംബിയ ബഹിരാകാശ പേടകത്തിന്റെ അപകടത്തെ തുടർന്ന് 2003 മരണപ്പെടുകയുണ്ടായി. കൊളംബിയ ബഹിരാകാശ പേടകം, കൊളംബിയ സ്പേസ് ഷട്ടിൽ തകർന്നാണ് കൽപ്പന ചൗള മരിക്കുന്നത്. അതും ഓർത്തിരിക്കുക. ഓക്കെ,
അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് രാജ്യവുമായി സഹകരിച്ചാണ് ഇന്ത്യ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്? ഏതാണ്? റഷ്യ. ഓപ്ഷൻ ഡി റഷ്യയാണ് ഉത്തരം. 2019 ജൂലൈ 22. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2019 ജൂലൈ 22. ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ വാഹനം ഏതാണ്? മിഷൻ മംഗൾ. കേട്ടിട്ടില്ലേ? മംഗൾയാൻ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മംഗൾയാൻ. ഏഴാമത്തെ ചോദ്യം, ISRO ഈയിടെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഉപഗ്രഹം IRNS 1Dയുടെ പൂർണ്ണരൂപം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അടുത്ത ചോദ്യം, ISROയുടെ 100ാമത്തെ ഉപഗ്രഹം, അതും ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? കാർട്ടോസാറ്റ് 2F ആണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഇൻഫർമേഷൻസ് ആണ്, PSC ചോദിക്കുന്ന റെഗുലർ ആയി ചോദിക്കുന്ന കാര്യങ്ങളാണ്. ISROയുടെ 100ാമത്തെ ദൗത്യം ഏതാണ്? ISROയുടെ 100ാമത്തെ ദൗത്യം അത് PSLV C-21 ആണ്. ഓർത്തിരിക്കണം, PSLV C-21 ആണ്. 2012 വിക്ഷേപിച്ചത്. നമ്മൾ നേരത്തെ കണ്ടെന്താണ്? 100ാമത്തെ സാറ്റലൈറ്റ് ആണ്. മാറിപ്പോരുത്, 100ാമത്തെ സാറ്റലൈറ്റ്, 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2F. ഇത് 100ാമത്തെ ദൗത്യം. ദൗത്യം എന്ന് പറയുമ്പോൾ ഒരു ദൗത്യത്തിൽ തന്നെ ഒന്നിലധികം സാറ്റലൈറ്റ് നമ്മൾ വിക്ഷേപിക്കുന്നുണ്ടാവും. അപ്പൊ അത് മറക്കരുത്. 100ാമത്തെ ദൗത്യം PSLV C-21 ആണ്. 100ാമത്തെ സാറ്റലൈറ്റ് ആണ് കാർട്ടോസാറ്റ് 2F. വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം. അതുപോലെ PSLVയുടെ 101ാമത്തെ അല്ലെങ്കിൽ ISROയുടെ 101ാമത്തെ ദൗത്യമാണ് PSLV C-20. അത് വിക്ഷേപിച്ച് 2013 ഫെബ്രുവരി 25 ഇത് ഓർത്തില്ലേലും പ്രശ്നമില്ല. പക്ഷെ 100ാമത്തെ ദൗത്യം ഓർത്തിരിക്കുക, PSLV C-21 ആണ്. ഓക്കെ, നേരത്തെ കണ്ടു ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2F ആണ്. അത് വിക്ഷേപിച്ച വാഹനം PSLV C-14 ആണ്. 2018 ജനുവരി 1 PSLV C-14 ആണ് ഉപഗ്രഹം വിക്ഷേപിച്ച വാഹനം. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? K. ശിവനാണ് ISROയുടെ നിലവിലെ ചെയർമാൻ. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് K. ശിവൻ. ഇതും PSC ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടിയ കാലം ISRO ചെയർമാനായ വ്യക്തി ആരാണ്? ഉത്തരം സതീഷ് ധവാൻ ആണ്. ഏത് വർഷമാണ് അദ്ദേഹം ISRO ചെയർമാനായി സേവനമനുഷ്ഠിച്ചത്? 1972 മുതൽ 1984 വരെയുള്ള 12 വർഷക്കാലം അദ്ദേഹം ISROയുടെ ചെയർമാനായിരുന്നു. എത്ര വർഷം? 12 വർഷക്കാലം സതീഷ് ധവാൻ ISRO ചെയർമാനായിരുന്നു. പിന്നെ ചോദിക്കുന്നത് ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി ആരാന്നാണ്. ഉത്തരം ഡോക്ടർ MGK മേനോൻ ആണ്. ഡോക്ടർ MGK മേനോൻ. 1972 ജനുവരി മുതൽ സെപ്റ്റംബർ വരെയായിരുന്നു അദ്ദേഹം ISROയുടെ ചെയർമാനായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ K. ശിവനാണ്. ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് വിക്രം സാരാഭായ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ കാലം സേവനം അനുഷ്ഠിച്ചത് സതീഷ് ധവാനാണ്, 12 വർഷം. ISRO ചെയർമാനായ ആദ്യ മലയാളി ഡോക്ടർ MGK മേനോനാണ്. 72 ജനുവരി മുതൽ 72 സെപ്റ്റംബർ വരെ. കാലഘട്ടം ഓർത്തിരിക്കണമെന്നില്ല, അറ്റ്ലീസ്റ്റ് പേരെങ്കിലും ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് വളരെ ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. 10ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. മാറിപ്പോരുത്, തുമ്പ. നമ്മുടെ തിരുവനന്തപുരത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. പിന്നെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണെങ്കിൽ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയാണ്. തമ്മിൽ വ്യത്യാസമുണ്ട്. റോക്കറ്റ് എന്ന് പറയുമ്പോൾ പല പരീക്ഷണങ്ങളൊക്കെ ആയിട്ടൊക്കെ ISRO അയക്കാം. സൗണ്ടിങ് റോക്കറ്റുകൾ, കാലാവസ്ഥ നിരീക്ഷണത്തിനുള്ള റോക്കറ്റുകളൊക്കെ അയക്കാറുണ്ട്. അതൊക്കെ തുമ്പയിൽ നിന്നാണ്. ചെറിയ ചെറിയ റോക്കറ്റുകൾ അയക്കാനാണ് എവിടെ ഉപയോഗിക്കുന്നത്? തുമ്പ ഉപയോഗിക്കുന്നത്. പക്ഷെ ഉപഗ്രഹ വിക്ഷേപണം അത് വലിയ മിഷനാണ്. അതിനൊക്കെ ഉപയോഗിക്കുന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. അതുപോലെ ഇന്ത്യയിലെ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം വീലർ ഐലൻഡ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് ചന്ദിപ്പൂർ ആണ്, ഇവിടുത്തെ ഒഡീഷയിലെ. അതിന്റെ നിലവിലെ പേര് അബ്ദുൽ കലാം ഐലൻഡ് എന്നാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മയ്ക്കായിട്ട് അബ്ദുൽ കലാം ഐലൻഡ് എന്ന് അതിന് പേര് നൽകിയുണ്ടായി. അതും ഓർത്തിരിക്കണം. വീലർ ഐലൻഡിന്റെ നിലവിലെ പേര് ഡോക്ടർ അബ്ദുൽ കലാം ഐലൻഡ് അല്ലെങ്കിൽ അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. ഓക്കെ, 11ാമത്തെ ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ ഏതാണ്? പൃഥ്വി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈലാണ് പൃഥ്വി. നമ്മുടെ പൃഥ്വിരാജ് എന്ന് ഓർത്താൽ മതി. അതൊരു സർഫസ് ടു സർഫസ് മിസൈലാണ്. അതായത് ഭൂമിയിൽ തൊടുത്തുവിട്ട് ഭൂമിയിൽ തന്നെ തിരിച്ചെത്തുന്നു ഒരു ടാർജറ്റിലേക്കുള്ള മിസൈലാണ് സർഫസ് ടു സർഫസ്. ഇവിടെ നിന്നായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്, എത്തിച്ചേരുന്നത് ഇവിടെ, ടാർജറ്റ് ഇവിടെ. ഇത്തരത്തിലുള്ള സർഫസ് ടു സർഫസ് മിസൈലാണ് എന്ത്? പൃഥ്വി. അതുപോലെ പൃഥ്വി ഒരു ബാലസ്റ്റിക് മിസൈലാണ്. ബാലസ്റ്റിക് മിസൈൽ. അപ്പൊ ബ്രഹ്മോസ് ഒരു ക്രൂസ് മിസൈലാണ്. ക്രൂസ് മിസൈൽ. അപ്പൊ എന്താണ് ഈ ബാലസ്റ്റിക് മിസൈലും ക്രൂസ് മിസൈലും നമ്മുടെ വ്യത്യാസം? ബാലസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുത്തു വിട്ടാൽ പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കല്ലെറിഞ്ഞ് വിടില്ലേ? ഒരു കല്ലെറിഞ്ഞ് വിട്ട് എന്ത് പറ്റും? കല്ല് സപ്പോസ് ഇവിടുന്ന് എറിയുന്നു, ഇങ്ങനെ പോയിട്ട് ഇവിടെ ചെന്ന് വീഴുന്നു. ഇവിടുന്ന് തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇനീഷ്യലി നമ്മൾ ടാർജറ്റ് ഉന്നം വെച്ചിട്ട് ഇപ്പൊ ഒരു ഫീൽഡറൊക്കെ ഒരു വിക്കറ്റ് കീപ്പർ അടുത്തേക്ക് പന്തെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ
എന്ത് ചെയ്യും? അയാൾക്കറിയാം ആ വിക്കറ്റ് കീപ്പർ അവിടെയാണ്, ആ ഉന്നം ലക്ഷ്യമാക്കി അയാൾ എറിയുന്നു. അത് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സെയിം അവസ്ഥയിലുള്ള ബാലസ്റ്റിക് മിസൈലിന്റെ വൺസ് അത് തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ക്രൂസ് മിസൈൽ എന്ന് പറയുന്നത് വഴിയിലുടനീളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മിസൈലുകളാണ്. ക്രൂസ് മിസൈൽസ് വഴിയിലുടനീളം കൺട്രോൾ ചെയ്യാം, നമുക്ക് അതിനെ വളയ്ക്കാം, തിരിക്കാം, എങ്ങനെ വേണം ചെയ്യാം. അതിനുള്ളിൽ ചെറിയ കമ്പ്യൂട്ടർ ഉണ്ട്, ആ ചിപ്പ് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്തരം മിസൈലുകളാണ് ക്രൂസ് മിസൈലുകൾ. സാധാരണഗതിയിൽ ക്രൂസ് മിസൈലുകൾക്ക് റേഞ്ച് കുറവായിരിക്കും, പക്ഷെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് നല്ല റേഞ്ച് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ അഗ്നി എന്നൊക്കെ പറയുന്നത് ബാലിസ്റ്റിക് മിസൈലാണ്. ഓക്കെ, 10,000-10,000 കിലോമീറ്റർ റേഞ്ച് ഉള്ള അഗ്നി മിസൈൽസ് ഒക്കെ ബാലിസ്റ്റിക് മിസൈലുകളാണ്, അത് ഓർത്തിരിക്കുക. അപ്പൊ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഏത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ഇല്ലാതെ പോകുന്ന മിസൈലുകളാണ്. ഏത് കഴിഞ്ഞാൽ തൊടുത്ത് വിട്ട് കഴിഞ്ഞാലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മിസൈലുകളാണ് ക്രൂസ് മിസൈലുകൾ. പൊതുവെ ക്രൂസ് മിസൈലുകൾക്ക് റേഞ്ച് കുറവായിരിക്കും. ഓക്കെ, 12ാമത്തെ ചോദ്യം, ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ. കണ്ട, ക്രൂസ് എന്ന വേർഡ് വന്നാണ് ക്രൂസ് മിസൈൽ. ഏതാണത്? അത് നമ്മുടെ ബ്രഹ്മോസ് ആണ്. ബ്രഹ്മപുത്ര, മോസ്കോ എന്നീ പേരുകളിൽ നിന്നുമാണ് ബ്രഹ്മോസ് എന്ന പേര് വരുന്നത്. അപ്പൊ ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച ക്രൂസ് മിസൈലാണ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ്. അപ്പൊ നിങ്ങൾ ഈ സൂപ്പർസോണിക്കും ഹൈപ്പർസോണിക് എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ സൂപ്പർസോണിക്കും ഹൈപ്പർസോണിക്കും? ശബ്ദത്തിനേക്കാൾ വേഗതയുള്ളതിനാണ് സൂപ്പർസോണിക് എന്ന് പറയുന്നത്. ശബ്ദവേഗത, ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത ഹൈപ്പർസോണിക്, 5G. അതായത് 5 ഇരട്ടി, ശബ്ദത്തിന് 5 മടങ്ങ് വേഗതയ്ക്കാണ് നമ്മൾ ഹൈപ്പർസോണിക് എന്ന് പറയുന്നത്. ശബ്ദവേഗതയ്ക്കാണ് സൂപ്പർസോണിക്, ശബ്ദത്തെക്കാളുള്ള വേഗതയ്ക്കാണ് സൂപ്പർസോണിക് എന്ന് പറയുന്നത്. അതും വ്യത്യാസമുണ്ട്, മറന്നു പോരുത്, സൂപ്പർസോണിക്കും ഹൈപ്പർസോണിക്കും. അപ്പം ബ്രഹ്മോസ് ഒരു സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമം ഏതാണ്? ബുദ്ധൻ ചിരിക്കുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബുദ്ധൻ ചിരിക്കുന്നു, ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആണ്. അപ്പം ഈ ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്ന ഇതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് വർഷമാണ്, ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. ആരായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി, ഇന്ദിരാഗാന്ധി. ഈ പരീക്ഷണം നടത്തിയ വർഷവും PSC ചോദിക്കാറുണ്ട്. ഏത് വർഷമാണ് പരീക്ഷണം നടത്തിയത്? 1974 മെയ് മാസം 18-ാം തീയതിയാണ് നമ്മൾ ഒന്നാം പൊക്രാൻ അണുസ്ഫോടനം നടത്തിയത്. മെയ് 18, 1974. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഓർത്തിരിക്കണേ, ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു അതിന്റെ രഹസ്യനാമം. ബുദ്ധൻ ചിരിക്കുന്നു എന്ന കോഡ് നാമം നൽകി ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ വെച്ചാണ് പരീക്ഷണം നടത്തിയ പൊക്രാൻ, രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ച്. ഇതിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ജോൺ എബ്രഹാം നായകനായ ഒരു സിനിമയുണ്ട്, പരമാണു എന്നാണ് അതിന്റെ പേര്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സിനിമയാണ് പരമാണു. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, പറ്റുന്നവരെ കണ്ടു നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ അമേരിക്കയുടെ സ്പൈ സാറ്റലൈറ്റിനെ ഒക്കെ കണ്ണു വെട്ടിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്, കണ്ടു നോക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയത് എവിടെയാണ്? ഞാൻ ഓൾറെഡി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻ എ പൊക്രാൻ. പൊക്രാനിലാണ് ഇന്ത്യ അവരുടെ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയത്. രണ്ടാം അണുപരീക്ഷണം നടത്തിയതും പൊക്രാനിൽ തന്നെയാണ്. രണ്ടാം അണുപരീക്ഷണം നടക്കുന്നത് 1998 മെയ് മാസം 11-നും 13-നുമാണ്. അതുകൊണ്ട് തന്നെ ഈ മെയ് 11-ന് നമ്മൾ ദേശീയ സാങ്കേതിക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്നാണ് മെയ് 11 ദേശീയ സാങ്കേതിക ദിനം, അതും ഓർത്തിരിക്കുക. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. എന്നാണത്? നവംബർ 11-ാം തീയതി. അതും ഓർത്തിരിക്കണേ, ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11-ാം തീയതിയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്? അത് നമ്മുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്, സെപ്റ്റംബർ മാസം 5-ാം തീയതി. ഓക്കെ, ഒരു വിദ്യാഭ്യാസ വിചക്ഷണനും ദാർശനികനും ഒക്കെ ആയിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പം അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5-ആണ് നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERT നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, പലരും CBSE പഠിച്ചിട്ടുണ്ടാകും, NCERT ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച്. അത് എസ്റ്റാബ്ലിഷ്ഡ് ആയ വർഷം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. 1961 ആണ്, മറന്നുപോയത്. 1961-ലാണ് NCERT എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇതുകൂടാതെ മറ്റു വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ആയ വർഷം കൂടി നമുക്ക് നോക്കാം. AICT, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നവരാണ്. അത് 1945-ലാണ് വരുന്നത്, സ്വാതന്ത്ര്യത്തിന് മുൻപേ അവർ വരുന്നുണ്ട്. ഇനി NCERT ഇപ്പോൾ കണ്ടു 1961. CBSE, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ 1962. NCERT രൂപീകൃതമായി ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് CBSE വരുന്നത്. MHRD 1985-ലാണ് വരുന്നത്. ഇപ്പോൾ MHRD പേരെന്താണ്? ഇപ്പോഴത്തെ MHRD പേര് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്. എന്താണ്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. 2020-ലാണ് MHRD പേര് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആക്കി മാറ്റുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തും അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ തന്നെയായിരുന്നു. 85 രാജീവ് ഗാന്ധിയാണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് പേര് മാറ്റിയത്. ഇപ്പൊ തിരിച്ച്
ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ വന്ന സമയത്ത് നമ്മൾ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ തിരിച്ച് പേര് മാറ്റി. പിന്നെ നാക്കിന്റെ അക്രഡിറ്റേഷൻ എന്ന് കേട്ടിട്ടില്ലേ? നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ 94 നിലവിൽ വരുന്നത്. നാക്ക് നിലവിൽ വരുന്നത് 1994 സെർട്ട് അതായത് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് 1994 ആണ്, അതും 94 നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ 1995 നാഷണൽ നോളജ് കമ്മീഷൻ നിലവിൽ വരുന്നത് 2005 ജൂൺ 13 ആ ഡേറ്റ് ഓർത്തിരിക്കണം, 2005 ജൂൺ 13. അടുത്തത്, ഇൻ വിച്ച് ഇയർ ഇഗ്നോ വാസ് എസ്റ്റാബ്ലിഷ്ഡ്? ഏത് വർഷമാണ് ഇഗ്നോ വരുന്നത്? 1985. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1985 ഇഗ്നോ നിലവിൽ വരുന്നത്. അപ്പോൾ ഈ ഇഗ്നോയുടെ ആപ്തവാക്യം എന്താണ്? ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇഗ്നോയുടെ ആപ്തവാക്യം. ഇഗ്നോയുടെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് ഇഗ്നോയുടെ ഫുൾ ഫോം. അടുത്ത ചോദ്യം, അഡോളസൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഈ സപ്പോർട്ടഡ് ബൈ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. UNFPA, യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്. അടുത്ത ചോദ്യം, the first dedicated Indian astronomy mission aimed at studying celestial sources in X-ray, optical and ultraviolet spectral bands simultaneously is ഏതാണ്? നമ്മുടെ ആസ്ട്രോസാറ്റ് ആണ്. ഞാൻ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹബിൾ ടെലസ്കോപ്പ് എന്ന് പറയാവുന്നതാണ് ആസ്ട്രോസാറ്റ്. 2016 ഇത് വിക്ഷേപിച്ചത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ റേഞ്ചിലുള്ള സ്പെക്ട്രൽ ബാൻഡ്സ് ആണ് നോട്ട് ചെയ്യുന്നത്? എക്സ്റേ, ഒപ്റ്റിക്കൽ ആൻഡ് അൾട്രാവയലറ്റ്. ഇത് മൂന്നും ആസ്ട്രോസാറ്റ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏതാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, IRNSS. ഇതാ ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അതിന്റെ ഓപ്പറേഷൻ നെയിം നാവിക് എന്നാണ്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏതാണ്? അത് കലാംസാറ്റ് V2 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കലാംസാറ്റ് V2. അടുത്ത ചോദ്യം, ദ സെക്കൻഡ് സ്പേസ് പോർട്ട് ഓഫ് ISRO ടു ലോഞ്ച് റോക്കറ്റ് ഇസ് പ്രൊപ്പോസ്ഡ് അറ്റ് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ലൊക്കേഷൻ? ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, കുലശേഖരപുരത്താണ്. ഇപ്പോൾ ഓൾറെഡി ഉള്ളത് തുമ്പയിലാണ്. അതുകൂടാതെ തമിഴ്നാട്ടിലെ കുലശേഖരപുരത്താണ് ഒരു റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ നമ്മൾ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഇനി നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും എടുക്കുന്നത്. കാരണം ഓൾറെഡി ക്ലാസ് നല്ല ലെങ്ത് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു സെഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജിയിലെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് എല്ലാവർക്കും വീണ്ടും അടുത്ത വീഡിയോ കാണാം. PSC മാസ്റ്റർ ബ്ലാസ്റ്റർ, ലെറ്റ്സ് ബ്ലാസ്റ്റ് ഇറ്റ്. താങ്ക്